തൃശൂർ മെഡിക്കൽ കോളേജിൽ വീണ്ടും ഗുരുതരമായ വീഴ്ച. ചികിത്സയ്ക്കെത്തിച്ച രോഗികൾ ആംബുലൻസിൽ കാത്തുകിടന്നത് അരമണിക്കൂർ. ദൃശ്യങ്ങൾ ടിസിവിക്ക് ലഭിച്ചു. കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വീണ സ്ത്രീ മരിച്ച സംഭവത്തിൽ ആരോഗ്യമന്ത്രിക്കെതിരെ പ്രതിഷേധം ശക്തം. മന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട മുസ്ലിം യൂത്ത് ലീഗ് തൃശൂർ ഡിഎംഒ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. യുവമോർച്ച പ്രവർത്തകർ തൃശൂർ ഡിഎംഒ ഓഫീസിൽ റീത്ത് വെച്ച് പ്രതിഷേധിച്ചു. ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ ഗുരുവായൂർ ക്ഷേത്രത്തിൽ തിങ്കളാഴ്ച ദർശനം നടത്തും. സന്ദർശനം കണക്കിലെടുത്ത് രാവിലെ 8 മുതൽ 10 വരെ വിവാഹം, ചോറൂൺ എന്നിവയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. കാട്ടൂർ മിനി ഇൻഡസ്ട്രിയൽ മേഖലയിലെ കുടിവെള്ള സ്രോതസ്സുകളിൽ രാസമാലിന്യം. മന്ത്രി ബിന്ദുവിന്റെ അധ്യക്ഷതയിൽ കാട്ടൂരിൽ ഉന്നതതല യോഗം ചേർന്നു. പ്രശ്നത്തെക്കുറിച്ച് പഠിക്കാൻ എഞ്ചിനീയറിംഗ് കോളേജിനെ ചുമതലപ്പെടുത്താൻ തീരുമാനം. മരത്താക്കര കുഞ്ഞനമ്പാറയിൽ ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികന് പരിക്കേറ്റു. വട്ടനാത്ര സ്വദേശി വിജിത്തിനാണ് പരിക്കേറ്റത്. മുതുവറയിൽ കാറുകൾ കൂട്ടിയിടിച്ച് 5 പേർക്ക് പരിക്കേറ്റു. നമസ്കാരം. വിശദമായ വാർത്തയിലേക്ക്. തൃശൂർ മെഡിക്കൽ കോളേജിൽ വീണ്ടും ഗുരുതരമായ വീഴ്ച. ചികിത്സയ്ക്കെത്തിച്ച രോഗികൾ ആംബുലൻസിൽ കാത്തുകിടന്നത് അരമണിക്കൂർ. ആംബുലൻസ് ഡ്രൈവർ പകർത്തിയ ദൃശ്യങ്ങൾ ടിസിവിക്ക് ലഭിച്ചു. തൃശൂർ മെഡിക്കൽ കോളേജ് വീണ്ടും രോഗികൾക്ക് ദുരനുഭവം സമ്മാനിക്കുകയാണ്. തൃശ്ശൂർ മെഡിക്കൽ കോളേജ് കാഷ്വലിയുടെ അവസ്ഥ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ? നമ്മളെ വണ്ടിയിലും അതേപോലെ തന്നെ വേറൊരു ആംബുലൻസിലും പേഷ്യന്റിനെ കൊടുത്തിട്ട് കുറച്ചധികം നേരെ വെയിറ്റ് ചെയ്ത് തുടങ്ങിയിട്ട് ഇത്ര നേരം ഒരാൾ പോലും പേഷ്യന്റിനെ ഇറക്കാനോ എന്താ കാര്യം അന്വേഷിക്കാൻ പോലും ഒരാൾ വന്നിട്ടില്ല. എപ്പം നോക്കിയാലും ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലാണ് നമ്മൾ കണ്ടുവരുന്ന ഒരു സംഭവമാണിത്. തൃശൂർ കൂടാതെ പാലക്കാട്, മലപ്പുറം ജില്ലകളിലെ ആയിരക്കണക്കിന് സാധാരണക്കാരുടെ ആശ്രയ കേന്ദ്രമായ തൃശൂർ മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അവസ്ഥ. ഗുരുതരാവസ്ഥയിലായ രോഗിയുമായി അത്യാഹിത വിഭാഗത്തിന് മുന്നിൽ ആംബുലൻസിൽ സ്ട്രെച്ചർ ലഭിക്കാൻ 2 രോഗികൾ കാത്തുകിടന്നത് അരമണിക്കൂറോളമാണ്. അവസാനം രോഗിയുടെ ബന്ധുക്കൾ പ്രതിഷേധം ഉയർത്തിയതോടെയാണ് രോഗിയെ ആശുപത്രിക്കുള്ളിൽ പ്രവേശിപ്പിച്ചത്. തൃശൂർ മെഡിക്കൽ കോളേജിന്റെ അനാസ്ഥ പതിവ് സംഭവമാണെന്നും സഹികെട്ടാണ് ദൃശ്യങ്ങൾ പകർത്തിയതെന്നും ആംബുലൻസ് ഡ്രൈവർ ടി പ്രണവ് ടിസിവിയോട് പറഞ്ഞു. നമ്മൾ ഇന്നലെ മെഡിക്കൽ കോളേജിലേക്ക് കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ ഷിഫ്റ്റ് ചെയ്ത പേഷ്യൻ്റ് ആയിരുന്നു. അപ്പോൾ നമ്മൾ പോണ സമയത്ത് സാധാരണ നമുക്ക് സ്ട്രെച്ചർ, ട്രോളി അവിടെ കൊണ്ടുവരാറുണ്ട് ആൾക്കാർ. പക്ഷെ നമ്മൾ പോയ സമയത്ത് പേഷ്യന്റിനെ എടുക്കാൻ പോയിട്ട് ഒരാൾ അത് ശ്രദ്ധിക്കാൻ പോലും, അത് എന്താ കേസ് എന്ന് ചോദിക്കാൻ പോയിട്ട് പേഷ്യന്റിനെ കൊണ്ടുവരാൻ ഒന്നിനും ഒരാൾ വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ പോയിട്ട് അവിടെ പോയി പറഞ്ഞു, സെക്യൂരിറ്റിനോട് പറഞ്ഞു. ആ സമയത്ത് ആൾ പറഞ്ഞു വേറെ പേഷ്യനെ ഷിഫ്റ്റ് ചെയ്യാൻ പോയിരിക്കാന്ന്. അപ്പോൾ തന്നെ വേറെ ആംബുലൻസ് വന്നു. 2 വണ്ടിയാണ് നമ്മൾ വെയിറ്റ് ചെയ്ത് നിന്നത്. സ്റ്റാഫുകളുടെ പെരുമാറ്റമാണ് നമുക്ക് ബുദ്ധിമുട്ടായി വരുന്നത്. കാരണം പലവട്ടം നമുക്ക് ഇതൊരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. നമ്മളാരുമല്ല നമ്മൾ കൊണ്ടുവന്ന ആൾക്കാർ, പക്ഷേ നമ്മളെ വിശ്വസിച്ച് നമ്മളെ വണ്ടിയിൽ കയറുന്ന ആൾക്കാർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് നമ്മളെക്കാട്ടി ബുദ്ധിമുട്ടാണല്ലോ. സാധാരണക്കാർ ഒരു വില കുറച്ച് കാണുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടുവരുന്നത് മെഡിക്കൽ കോളേജിലായാലും ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പൊതുവെ എങ്ങനെ കണ്ടുവരുന്നത്. കഴിഞ്ഞ ദിവസം തൃശൂർ പന്നിത്തടത്തുണ്ടായ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് മെഡിക്കൽ കോളേജിലെത്തിയ KSRTC ഡ്രൈവർ രാജേഷ് രക്തം വാർന്ന് ആംബുലൻസിൽ കിടക്കേണ്ടി വന്നത് 3/4 മണിക്കൂറോളമാണ്. ഇത് വാർത്തയായതിനു ശേഷം സംഭവം മെഡിക്കൽ കോളേജ് നിഷേധിച്ചിരുന്നു. എന്നാൽ ഇത് കഴിഞ്ഞ് മണിക്കൂറുകൾക്കുള്ളിലാണ് ഇപ്പോൾ സമാന സംഭവം തൃശൂർ മെഡിക്കൽ കോളേജിൽ ആവർത്തിച്ചിരിക്കുന്നത്. അധികൃതരുടെ അനാസ്ഥയുടെ പര്യായമാണ് മെഡിക്കൽ കോളേജിൽ നിന്നുള്ള ഈ ഞെട്ടിക്കുന്ന വാർത്ത. ഒരു ജീവൻ പൊലിയുമ്പോഴായിരിക്കും അധികൃതർ കണ്ണു തുറക്കുക. എന്തായാലും പ്രണവിനെ പോലുള്ള ഈ ആംബുലൻസ് ഡ്രൈവർമാരുടെ പ്രതികരണം മാതൃകാപരം തന്നെ. ക്യാമറമാൻ ആഷിഖ് വേലൂരിനോടൊപ്പം ശ്രീകേഷ് വെള്ളാനിക്കര, TCV ന്യൂസ്. ആരോഗ്യമേഖലയിൽ സർക്കാർ തുടരുന്ന അനാസ്ഥയ്ക്കെതിരെയും ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ട് മുസ്ലിം യൂത്ത് ലീഗ് തൃശൂർ ഡിഎംഒ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. വടക്കേ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും ആരംഭിച്ച മാർച്ച് ഡിഎംഒ ഓഫീസിന് 100 മീറ്റർ അകലെ വെച്ച് ബാരിക്കേഡുകൾ നിരത്തി പോലീസ് തടഞ്ഞു. തുടർന്ന് പ്രവർത്തകർ ബാരിക്കേഡുകൾ മറിച്ചിടാൻ ശ്രമിച്ചത് അല്പനേരം സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഫൈസൽ ബാഫക്കി തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ ആരോഗ്യമേഖലയെ UP-യേക്കാളും ബീഹാറിനേക്കാളും പിന്നിലാക്കിയ ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കും വരെ മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രക്ഷോഭം തുടരുമെന്ന് ഫൈസൽ ബാഫക്കി തങ്ങൾ പറഞ്ഞു. മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് AM സനൌഫൽ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി നൌഷാദ് തെരുവത്ത്, ജില്ലാ വൈസ് പ്രസിഡന്റ് അസീസ് താണിപ്പാടം തുടങ്ങിയവർ സംസാരിച്ചു. പ്രവർത്തകർ വീണ്ടും മുദ്രാവാക്യം വിളികളോടെ ബാരിക്കേഡുകൾ മറിച്ചിടാനുള്ള ശ്രമം ഊർജിതമാക്കിയപ്പോൾ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയായിരുന്നു. തുടർന്ന് പ്രവർത്തകർ സമാധാനപരമായി പിരിഞ്ഞുപോയി. മാർച്ചിനെ തുടർന്ന് കോളേജ് റോഡിൽ 1 മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു. സുരക്ഷയുടെ ഭാഗമായി ടൗൺ ഈസ്റ്റ് പോലീസ് ശക്തമായ പോലീസ് സന്നാഹമൊരുക്കിയിരുന്നു. TCV
തൃശൂർ. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ട യുവമോർച്ച പ്രവർത്തകർ തൃശൂർ ഡിഎംഒ ഓഫീസിൽ റീത്ത് വെച്ച് പ്രതിഷേധിച്ചു. ആരോഗ്യവകുപ്പ് ജില്ലാ കാര്യാലയത്തിലെത്തിയ പ്രവർത്തകർ ഡിഎംഒ ശ്രീദേവിയുടെ ഓഫീസിനുള്ളിൽ കയറി പ്രതിഷേധിച്ചു. മന്ത്രി വീണ ജോർജിന് ആദരാഞ്ജലികൾ എന്നെഴുതിയ റീത്ത് ഡിഎംഒയുടെ കസേരയിൽ വെച്ചു. യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് സബീഷ് മരുതിയൂർ, വൈസ് പ്രസിഡന്റുമാരായ വിമൽ ചന്ദ്രശേഖർ, രാഹുൽ നന്ദിക്കര, സെക്രട്ടറി മനു പള്ളത്ത്, തൃശൂർ ഈസ്റ്റ് മണ്ഡലം ജനറൽ സെക്രട്ടറി നിമേഷ്, ഒല്ലൂർ മണ്ഡലം പ്രസിഡന്റ് നന്ദകുമാർ എന്നിവരാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. വൻ പോലീസ് സന്നാഹം ഈ സമയം ഓഫീസിൽ എത്തിയിരുന്നുവെങ്കിലും സമാധാനപരമായി തന്നെ പ്രവർത്തകർ സമരം അവസാനിപ്പിച്ച് മടങ്ങി. അധികാരത്തിൽ തൂങ്ങിയിരിക്കാൻ ആരോഗ്യമന്ത്രി രാജിവെക്കുക. വീണ ജോർജ് രാജിവെക്കുക. ജയ് 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 ബിജെപി. ജയ് 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 ബിജെപി. ജയ് 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 ഭാരത് മാതാ. ജയ് 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 യുവമോർച്ച. ജയ് 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 യുവമോർച്ച. യുവമോർച്ച പ്രതിഷേധം 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 യുവമോർച്ചയുടെ പ്രതിഷേധം യുവമോർച്ചയുടെ പ്രതിഷേധം 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 യുവമോർച്ചയുടെ പ്രതിഷേധം പ്രതിഷേധം യുവമോർച്ചയുടെ പ്രതിഷേധം യുവമോർച്ചയുടെ പ്രതിഷേധം പ്രതിഷേധം പ്രതിഷേധം. തൃശൂർ ജനറൽ ആശുപത്രിയിൽ അതിക്രമം, ജനദ്രോഹം എന്ന മേയർ എം കെ വർഗീസ്. ഈ മാസം 1 ഒരു സാമൂഹ്യ വിരുദ്ധൻ തിരക്ക് ക്രമീകരിക്കുന്നതിനുള്ള ടോക്കൺ സിസ്റ്റം ഒരു കാരണവുമില്ലാതെ തല്ലി തകർത്തു. ഇതുമൂലം 3000-ലധികം രോഗികൾക്കാണ് സേവനം ലഭിക്കാൻ കാലതാമസം നേരിട്ടത്. ഇത്തരക്കാർക്കെതിരെ ആശുപത്രി സംരക്ഷണ നിയമപ്രകാരം കേസെടുക്കുന്നതിന് നടപടി സ്വീകരിക്കുമെന്ന് മേയർ അറിയിച്ചു. ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ ഗുരുവായൂർ ക്ഷേത്രത്തിൽ തിങ്കളാഴ്ച ദർശനം നടത്തും. ദർശനം കണക്കിലെടുത്ത് ക്ഷേത്രത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തി. രാവിലെ 8 മുതൽ 10 വരെ ക്ഷേത്ര ദർശനം, വിവാഹം, ചോറൂണ് എന്നിവയ്ക്കാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നർ റിംഗ് റോഡിൽ രാവിലെ മുതൽ വാഹന പാർക്കിംഗ് അനുവദിക്കില്ല. ഉപരാഷ്ട്രപതി തിരിച്ചുപോകുന്നതുവരെ തെക്കേ നടയുടെ ഇരുവശങ്ങളിലുമുള്ള കടകൾ തുറക്കാൻ പാടില്ല. പ്രാദേശികം സീനിയർ സിറ്റിസൺ ദർശന ക്യൂ രാവിലെ 6 മണിക്ക് അവസാനിപ്പിക്കും. ക്രമീകരണങ്ങളോട് ഭക്തർ സഹകരിക്കണമെന്ന് ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ, അഡ്മിനിസ്ട്രേറ്റർ ഒ.ബി. അരുൺകുമാർ എന്നിവർ അറിയിച്ചു. കാട്ടൂർ മിനി ഇൻഡസ്ട്രിയൽ മേഖലയിലെ കുടിവെള്ള സ്രോതസ്സുകളിൽ രാസമാലിന്യങ്ങൾ കണ്ടെത്തിയ സംഭവത്തിൽ ഉന്നതതല യോഗം ചേർന്നു. മന്ത്രി ആർ ബിന്ദുവിന്റെ അധ്യക്ഷതയിലാണ് കാട്ടൂർ പഞ്ചായത്ത് ഹാളിൽ ഉന്നതതല യോഗം ചേർന്നത്. പ്രശ്നത്തെക്കുറിച്ച് പഠിക്കാൻ തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിനെ ചുമതലപ്പെടുത്താൻ യോഗം തീരുമാനിച്ചു. പ്രദേശങ്ങളിലെ മണ്ണ് പരിശോധന നടത്താനും തീരുമാനമായി. കൂടാതെ കോഴിക്കോട് ലാബിലേക്ക് അയച്ച ജലസാമ്പിളുകളുടെ പരിശോധനാ ഫലം വന്നതിന് ശേഷം തുടർ നടപടികൾ സ്വീകരിക്കാനും ധാരണയായി. കിണറുകൾ രാസമാലിന്യങ്ങൾ പടരുന്നതിനെക്കുറിച്ച് TCV നേരത്തെ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. മരത്താക്കര കുഞ്ഞനംപാറയിൽ ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികന് പരിക്കേറ്റു. വട്ടനാത്ര സ്വദേശി വിജിത്തിനാണ് പരിക്കേറ്റത്. പരിക്കേറ്റ യുവാവിനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിന്റെ ദൃശ്യങ്ങൾ TCVക്ക് ലഭിച്ചു. മുതുവറ കേരള ഗ്രാമീൺ ബാങ്കിന് സമീപം പാർക്ക് ചെയ്തിരുന്ന കാറിൽ മറ്റൊരു കാറിടിച്ച അപകടം. കാർ യാത്രികരായ 5 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ അമല ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തമിഴ്നാട് രജിസ്ട്രേഷനുള്ള കാറാണ് അപകടത്തിന് ഇടയാക്കിയത്. പേരാമംഗലം പോലീസും ഹൈവേ പോലീസും സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. വിദേശത്തു നിന്ന് നേപ്പാൾ വഴി രഹസ്യമായി ഇന്ത്യയിലേക്ക് കടക്കാൻ ശ്രമിച്ച പോക്സോ കേസിലെ പ്രതി അറസ്റ്റിൽ. കൂളിമുട്ടം നെടുമ്പറമ്പ് സ്വദേശി അബു താഹിറിനെയാണ് ഉത്തർപ്രദേശിലെ ഗോരഖ്പൂരിൽ നിന്ന് മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. 2023 2 പോക്സോ കേസുകളിൽ പ്രതിയായ അബു താഹിർ സംഭവത്തിന് ശേഷം UAE-യിലേക്ക് കടക്കുകയായിരുന്നു. കൊടുങ്ങല്ലൂർ ഫാസ്റ്റ് ട്രാക്ക് സെഷൻസ് കോടതിയിൽ 2 പിടികിട്ടാപ്പുള്ളി വാറണ്ടുള്ളയാളാണ് അബു താഹിർ. സംസ്ഥാനത്ത് വീണ്ടും നിപ്പ സ്ഥിരീകരിച്ചു. പാലക്കാട് നാട്ടിങ്കൽ സ്വദേശിനിക്കാണ് നിപ്പ സ്ഥിരീകരിച്ചത്. ഇവരുടെ റൂട്ട് മാപ്പ് തയ്യാറാക്കി. അതിനിടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മരിച്ച മലപ്പുറം മങ്കട സ്വദേശിനിക്ക് നിപ്പ ബാധയെന്ന് സംശയം. ഇവരുടെ സാമ്പിൾ പൂനെ വൈറോളജി ലാബിലേക്ക് വിദഗ്ധ പരിശോധനയ്ക്ക് അയച്ചു. കോഴിക്കോട്, മലപ്പുറം, പാലക്കാട് എന്നീ ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകി. കോർപ്പറേഷൻ പരിധിയിലെ തോടുകൾ സമയബന്ധിതമായി വൃത്തിയാക്കാത്തതിന്റെ പേരിൽ സമരം ചെയ്ത കൌൺസിലർമാർക്ക് നേരെ കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം ചുമത്തിയ പിഴ രാഷ്ട്രീയ പ്രേരിതമാണെന്ന് തെളിയിക്കുന്ന വിവരാവകാശ രേഖ ലഭിച്ചു. രാഷ്ട്രീയ പാർട്ടികളുടെ പൊതുയോഗങ്ങൾ നടക്കുമ്പോൾ ഉണ്ടാകുന്ന മാലിന്യങ്ങളുടെ വിവരങ്ങൾ ലഭ്യമല്ല എന്നും മാലിന്യം നീക്കം ചെയ്യാത്തതിന്റെ പേരിലോ അലക്ഷ്യമായി മാലിന്യങ്ങൾ നിക്ഷേപിച്ചതിന്റെ പേരിലോ ഒരു നടപടിയും നാളിതുവരെയായി കോർപ്പറേഷൻ സ്വീകരിച്ചിട്ടില്ല എന്നും വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച മറുപടിയിൽ പറയുന്നു. കോർപ്പറേഷന്റെ
ചരിത്രത്തിൽ കൗൺസിലർമാർ നടത്തിയിട്ടുള്ള സമരങ്ങളിൽ ഒരു രാഷ്ട്രീയ പ്രേരിത നടപടിയും എടുക്കാതിരുന്ന കോർപ്പറേഷൻ ജനങ്ങൾക്ക് വേണ്ടി സമരം ചെയ്ത കൗൺസിലർമാർക്ക് നേരെ ഇപ്പോൾ പിഴ ചുമത്തിയത് തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണെന്ന് വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച മറുപടിയിലൂടെ തെളിഞ്ഞെന്ന് കൗൺസിലർ ജോൺ ഡാനിയേൽ പറഞ്ഞു. പഴയന്നൂർ കാക്കരക്കുന്നിൽ തൊഴുത്തിന് സമീപം 62കാരനെ മരിച്ച നിലയിൽ കണ്ടെത്തി. കാക്കരക്കുന്ന് ചോലയിൽ കുമാരനാണ് മരിച്ചത്. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ തൊഴുത്തിൽ പശുവിനെയും ചത്ത നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട്. സ്വകാര്യ വ്യക്തിയുടെ സ്ഥലവും പശുവിനെയും പരിപാലിക്കുന്ന ആളാണ് കുമാരൻ. മരണകാരണത്തെക്കുറിച്ച് വ്യക്തത വരുത്താൻ പോസ്റ്റ്മോർട്ടം വേണമെന്ന് പോലീസ് പറഞ്ഞു. കാട്ടൂരിൽ വിവിധയിടങ്ങളിൽ ആഫ്രിക്കൻ ഒച്ചുശല്യം രൂക്ഷമായി. പ്രദേശത്തുള്ള വീട്ടുകാരുടെ അടുക്കളത്തോട്ട കൃഷിയും ചെടികളും ആഫ്രിക്കൻ ഒച്ചിന്റെ ആക്രമണത്തിൽ നശിച്ചു. പ്രദേശത്തെ വാഴകളിലും ആഫ്രിക്കൻ ഒച്ചിന്റെ സാന്നിധ്യം കൂടിയിട്ടുണ്ട്. കുടിവെള്ള സ്രോതസ്സുകളിൽ ആഫ്രിക്കൻ ഒച്ചിന്റെ സാന്നിധ്യം കുട്ടികളിലും മുതിർന്നവരിലും ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇടയാക്കുമെന്ന് നാട്ടുകാർ പറഞ്ഞു. കാട്ടൂർ പഞ്ചായത്തും ആരോഗ്യ വകുപ്പും ഇടപെട്ട് ആഫ്രിക്കൻ ഒച്ചിനെ നിർമ്മാർജ്ജനം ചെയ്യാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് AIYF പരാതി നൽകിയെങ്കിലും പഞ്ചായത്ത് യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. അതിക്രമിച്ചു കയറി വീട്ടുകാരെ ഭീഷണിപ്പെടുത്തിയ യുവാവിനെ അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. താന്യം കിഴുപ്പള്ളിക്കര കല്ലിങ്ങൽ കെവിനാണ് പിടിയിലായത്. കിഴുപ്പള്ളിക്കര ഹെൽത്ത് സെന്ററിന് സമീപം താമസിക്കുന്ന പൊന്നാമ്പാടി ഷറഫുദ്ദീന്റെ വീട്ടിലാണ് ഇയാൾ അതിക്രമിച്ചു കയറിയത്. വാതിലിൽ ശക്തമായി ഇടിക്കുകയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയുമായിരുന്നു. വീട്ടുകാർ പുറത്തിറങ്ങിയതോടെ ഇയാൾ സ്ഥലം വിടുകയായിരുന്നു. പിന്നീട് വീട്ടിൽ നിന്നാണ് ഇയാളെ പോലീസ് പിടികൂടിയത്. ദേശമംഗലത്ത് ശക്തമായ കാറ്റിലും മഴയിലും തെങ്ങ് കടപുഴകി വീണ് വീട് പൂർണ്ണമായും തകർന്നു. വീട്ടിലുണ്ടായിരുന്ന കിടപ്പ് രോഗിയായ വയോധികൻ ഉൾപ്പെടെ 3 പേരും അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പുറശ്ശേരി വീട്ടിൽ ഗോവിന്ദൻകുട്ടിയുടെ വീടിന് മുകളിലേക്കാണ് തെങ്ങ് കടപുഴകി വീണത്. വീട്ടിലുണ്ടായിരുന്ന കിടപ്പ് രോഗിയായ ഗോവിന്ദൻകുട്ടി കൂടാതെ ഭാര്യ തങ്കമണിയും മകളും വീട്ടിലുണ്ടായിരുന്നു. വാർഡ് മെമ്പർ PI ഷാനവാസിന്റെ നേതൃത്വത്തിൽ തെങ്ങ് മുറിച്ചുമാറ്റി. ശക്തമായ കാറ്റിൽ മാള വടമയിൽ മരം വീണ് വൈദ്യുതി കമ്പികൾ പൊട്ടിവീണു. സബ് രജിസ്ട്രാർ ഓഫീസ് കോമ്പൗണ്ടിലെ മരം വീണാണ് വൈദ്യുതി കമ്പികൾ പൊട്ടിയത്. മരം വീണതിനെ തുടർന്ന് ഗതാഗതവും തടസ്സപ്പെട്ടു. വടക്കാഞ്ചേരി ബൈപ്പാസ് നിർമ്മാണം സംബന്ധിച്ച് കേരള ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സംഘം സ്ഥല പരിശോധന നടത്തി. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ RV അർച്ചനയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തിയത്. അകമല മുതൽ കരുതക്കാട് വരെയുള്ള മേഖലകളിലാണ് പരിശോധന നടത്തിയത്. മാരാത്തുകുന്ന് റെയിൽവേ ഗേറ്റ് പരിസരത്തെത്തിയ സംഘം MLA സേവ്യർ ചിറ്റിലപ്പള്ളിയുമായി ചർച്ച നടത്തി. ബൈപ്പാസ് റോഡ് അവസാനിക്കുന്ന ഭാഗമായ കാട്ടില ഗേറ്റ് പരിസരത്ത് റെയിൽവേ ഓവർബ്രിഡ്ജ് നിർമ്മിക്കുന്നതിനുള്ള മണ്ണ് പരിശോധന ഉൾപ്പെടെ പൂർത്തിയായി. അന്തിമ അനുമതിക്കായി ഫയൽ ദക്ഷിണ റെയിൽവേ ആസ്ഥാനത്തേക്ക് അയച്ചിട്ടുണ്ട്. മുൻ നഗരസഭാ വൈസ് ചെയർമാൻ MR സോമനാരായണൻ, വടക്കാഞ്ചേരി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് MK പ്രമോദ് കുമാർ, CPI മണ്ഡലം പ്രസിഡന്റ് MU കബീർ, VA സുരേഷ് തുടങ്ങിയവരും സ്ഥലത്തെത്തിയിരുന്നു. കോർപ്പറേഷൻ പരിധിയിലെ കാലപ്പഴക്കം ചെന്ന കെട്ടിടങ്ങൾ അടിയന്തരമായി പൊളിച്ചുമാറ്റുന്ന നടപടികൾ പൂർത്തീകരിച്ചു വരികയാണെന്ന് മേയർ MK വർഗീസ് അറിയിച്ചു. ഇതിന്റെ ഭാഗമായി ഈ പട്ടികയിൽ ഉൾപ്പെട്ട 5 കെട്ടിടങ്ങൾ നീക്കം ചെയ്തു. കോട്ടയം മെഡിക്കൽ കോളേജിലുണ്ടായ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ കാലപ്പഴക്കം ചെന്ന കെട്ടിടങ്ങൾ ഉടമസ്ഥർ തന്നെ സ്വമേധയാ പൊളിച്ചുമാറ്റണമെന്നും മേയർ MK വർഗീസ് അറിയിച്ചു. കേരള സംഗീത നാടക അക്കാദമിയുടെ ചരിത്രത്തിലാദ്യമായി സംഘടിപ്പിക്കുന്ന ദേശീയ താള വാദ്യോത്സവത്തിന് തൃശൂരിൽ അരങ്ങൊരുങ്ങി. വാദ്യമേളങ്ങളുടെ ലഹരി അടങ്ങാത്ത പൂരനഗരിക്ക് ഇനി രാജ്യത്തെ പ്രമുഖ വാദ്യമേളങ്ങൾ ആസ്വദിക്കാൻ അപൂർവ അവസരമൊരുങ്ങുകയാണ്. ഈ മാസം 11 മുതൽ 3 ദിവസങ്ങളിലായാണ് തത്തിന്തകത്വം എന്ന പേരിൽ കേരളീയ താളങ്ങളുടെയും ദേശീയ തലത്തിലുള്ള താള സംസ്കൃതിയുടെയും വിസ്മയാവഹമായ പകർനാട്ടങ്ങൾ സംഗീത നാടക അക്കാദമിയിലെ 3 വേദികളിലായി ഉസ്താദ് സാക്കീർ ഹുസൈൻ സമർപ്പിച്ചുകൊണ്ട് അരങ്ങേറുന്നത്. 11 രാവിലെ റീജിയണൽ തിയേറ്ററിൽ പെരിങ്ങോട് സുബ്രഹ്മണ്യൻ നയിക്കുന്ന ഇടയ്ക്ക് വിസ്മയത്തോടെ അരങ്ങുണരുന്ന താളവാദ്യോത്സവം വൈകിട്ട് റവന്യൂ വകുപ്പ് മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്യും. കവിയും ഗാനരചയിതാവുമായ BK ഹരിനാരായണൻ ഉസ്താദ് സാക്കീർ ഹുസൈൻ അനുസ്മരണ പ്രഭാഷണം നടത്തും. ശിങ്കാരിമേളം, പഞ്ചാരിമേളം, പാണ്ടിമേളം, പഞ്ചവാദ്യം, ദേശതാളങ്ങളായ അർജുന നൃത്തത്തിൻ്റെയും ഗരുഡൻ തൂക്കത്തിൻ്റെയും താളവിന്യാസങ്ങൾ, മരുഭൂമിയുടെ താളമായ കർത്താൾ, തദ്ദേശീയമായ താളങ്ങൾ, സോദാഹരണ പ്രഭാഷണങ്ങൾ, വിവിധതരം കലാവതരണങ്ങൾ, ഹ്രസ്വചിത്ര പ്രദർശനം തുടങ്ങിയവ അരങ്ങേറും. വാദ്യകലാകാരികളുമായുള്ള സംവാദവുമായി പെൺകാലങ്ങൾ എന്ന സെഷൻ, ദേശീയ തലത്തിലുള്ള പ്രമുഖ കലാകാരികൾ അവതരിപ്പിക്കുന്ന തബലവാദനം,
തായമ്പക, ഘടതരംഗം, തുള്ളൽ, മാർഗംകളി തുടങ്ങിയവയും അരങ്ങിലെത്തും. തമിഴകത്തിൻ്റെ പ്രാചീന നാടോടി കലാരൂപമായ തപ്പാട്ടം, കൊമ്പുപറ്റ്, ഭൂസ്പന്ദങ്ങൾ തുടങ്ങിയ അവതരണങ്ങളുമായി മുന്നേറുന്ന തത്തിന്തകത്വം 13 രാത്രി പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി അവതരിപ്പിക്കുന്ന ചെയർമാൻസ് സിംഫണിയോടെ സമാപിക്കും. റീജിയണൽ തിയേറ്റർ, സംഗീത നാടക അക്കാദമി കോമ്പൗണ്ടിലെ ബ്ലാക്ക് ബോക്സ്, ആക്ടർ മുരളി തിയേറ്റർ എന്നീ 3 വേദികളിലായി നടക്കുന്ന ദേശീയ താളവാദ്യോത്സവത്തിലേക്കുള്ള പ്രവേശനം സൗജന്യമാണെന്ന് സംഘാടകർ പറഞ്ഞു. കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി, സെക്രട്ടറി കരിവെള്ളൂർ മുരളി, താളവാദ്യോത്സവം ക്യൂറേറ്റർ കേളി രാമചന്ദ്രൻ, സംഗീത നാടക അക്കാദമി വൈസ് ചെയർമാൻ PR പുഷ്പവതി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കൾച്ചറൽ ഡെസ്ക് TCV. നാടൻ പഴത്തിന് ആഗോള അംഗീകാരം. ഇന്ന് ലോക ചക്ക ദിനം. കേരളത്തിലെ സസ്യഭക്ഷണ സംസ്കാരത്തിൽ മാത്രം നിലകൊണ്ടിരുന്ന ചക്ക ഇന്നതിന്റെ പോഷകമൂല്യവും ഉപയോഗ വ്യാപകതയും കൊണ്ട് ആഗോളതലത്തിൽ വരെ എത്തി നിൽക്കുന്നു. ചിപ്സ്, ജാം തുടങ്ങി ഇറച്ചിയുടെ പകരക്കാരനായി വരെ ഇന്ന് ചക്ക ഉപയോഗിക്കുന്നു. 2022 ഖത്തറിൽ നടന്ന ഫിഫ ഫുട്ബോൾ ലോകകപ്പിൽ വരെ ചക്ക പ്രധാനിയായിരുന്നു. അന്ന് തൃശൂർക്കാരനായ വർഗീസ് തരകന്റെ നേതൃത്വത്തിൽ ആയിരക്കണക്കിന് കിലോ ചക്കയാണ് കേരളത്തിൽ നിന്നും കയറ്റി അയച്ചത്. ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾക്കും പ്രമേഹത്തിന് പ്രതിവിധിയായും ചക്ക ഉപയോഗിക്കുമെന്ന് പഠനങ്ങൾ പറയുന്നു. ഈ നാട്ടുപഴത്തെക്കുറിച്ച് പുതുതലമുറയ്ക്ക് അവബോധമുണ്ടാക്കാനും നാടൻ കാർഷിക മൂല്യങ്ങൾ സംരക്ഷിക്കാനും വിപണന സാധ്യതകൾ വർദ്ധിപ്പിക്കാനുമുള്ള വലിയൊരു അവസരമൊരുക്കുകയാണ് ലോക ചക്ക ദിനം കൊണ്ട്. ന്യൂസ് ഡെസ്ക് TCV. പൊതുമേഖലയിൽ രാജ്യത്ത് ആദ്യമായി ആരംഭിച്ച മാള പൂപ്പത്തിയിലെ ചക്ക സംസ്കരണ ഫാക്ടറി അടഞ്ഞുകിടക്കുന്നു. നിരവധി പഠനങ്ങളും പഠന റിപ്പോർട്ടുകളും ഫയലിൽ കുരുങ്ങിക്കിടക്കുമ്പോൾ ഫാക്ടറിയുടെ പൂട്ട് തുറക്കാൻ കൃഷിവകുപ്പിന് കഴിഞ്ഞില്ല. കേരള അഗ്രോ ഇൻഡസ്ട്രീസ് കോർപ്പറേഷന്റെ കീഴിൽ കാർഷിക സർവകലാശാലയുടെ സാങ്കേതിക സഹായത്തോടെയാണ് 3 കോടി ചിലവിൽ ചക്ക ഫാക്ടറി തുടങ്ങിയത്. ചക്കയുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായ പൾപ്പ്, നെക്ടർ, മിഠായി, ജാക്ക് ഫ്രൂട്ട് ബാർ, ചക്കക്കുരു ഉൽപ്പന്നങ്ങൾ, ചക്ക ഹൽവ, ജാം, പൗഡർ എന്നിവയുടെ നിർമ്മാണമാണ് പദ്ധതിയിട്ടത്. ഫാക്ടറി പ്രവർത്തനം തുടങ്ങിയ 2018 ഏപ്രിൽ മാസത്തിൽ പ്രവർത്തന മൂലധനമായി ആകെയുണ്ടായിരുന്നത് 1.13 ലക്ഷം രൂപ മാത്രമായിരുന്നു. അന്നുമുതൽ ഇന്നുവരെ പ്രവർത്തന മൂലധനം ലഭിച്ചിട്ടില്ല. 2024 ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച 1.75 കോടി രൂപയുടെ പദ്ധതിയും എങ്ങും എത്തിയിട്ടില്ല. കുറഞ്ഞ വിലയിൽ അന്യസംസ്ഥാനങ്ങളിലേക്ക് ചക്ക കയറിപ്പോകുന്ന അവസ്ഥയിൽ നിന്ന് വലിയ മാറ്റമുണ്ടാകുക എന്ന ലക്ഷ്യത്തോടെ 1997 ഒക്ടോബർ 9 അഗ്രോ ഇൻഡസ്ട്രീസ് കോർപ്പറേഷന്റെ പൂപ്പത്തിയിലെ 1 ഏക്കർ സ്ഥലത്ത് പഴം പച്ചക്കറി സംസ്കരണശാലയ്ക്ക് ശിലയിട്ടത്. വ്യക്തമായ പദ്ധതികളുമായി നിർമ്മാണം പൂർത്തീകരിച്ച് അഗ്രോ ഫുഡ് പാർക്കിന്റെ ചക്ക സംസ്കരണ ഉൽപാദന കേന്ദ്രം 2016 മാർച്ച് 1 പ്രവർത്തനം ആരംഭിച്ചത്. എന്നാൽ ചക്ക സംസ്കരണത്തിനും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിനും വിപണനം ചെയ്യുന്നതിനും വ്യക്തതയും മൂലധനവും അന്നും ഇന്നും ലഭിച്ചിട്ടില്ലെന്നതാണ് പദ്ധതിയുടെ പരാജയത്തിനും പൂട്ടിയിടാനും ഇടയാക്കിയത്. TCV ന്യൂസ്, മാള. ഉത്രാളിക്കാവ് ക്ഷേത്രത്തിന് മുൻവശത്ത് സംസ്ഥാന പാതയിലെ വളവിൽ അപകടകരമായി വാഹനത്തെ മറികടന്ന ബസ് ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു. തൃശൂർ പാലക്കാട് റൂട്ടിൽ സർവീസ് നടത്തുന്ന ലക്ഷ്മി ബസ്സിലെ ഡ്രൈവർ മിണാലൂർ സജീവന്റെ ലൈസൻസാണ് സസ്പെൻഡ് ചെയ്തത്. നടപടിയുടെ ഭാഗമായി തെറ്റായ ദിശയിൽ അപകടകരമായി വാഹനം ഓടിച്ചതിന് കേസെടുത്ത് കോടതിക്ക് നൽകുന്നതിന് പുറമെ മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശീലന ക്ലാസിൽ പങ്കെടുക്കണം. സസ്പെൻഷൻ പിൻവലിക്കണമെങ്കിൽ റോഡ് സുരക്ഷ സംബന്ധിച്ച വാഹന വകുപ്പിന്റെ നിയമങ്ങൾ പഠിച്ച് പരീക്ഷ കൂടി പാസ്സാകണം. വളവുകളിലെ CCTV ക്യാമറകൾ പരിശോധിച്ച് കൂടുതൽ ഡ്രൈവർമാർക്കെതിരെ നടപടിയെടുക്കാനാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ തീരുമാനം. ഉത്രാളിയിലെ വളവിൽ വാഹനത്തെ മറികടന്നുവെന്ന ബസിന്റെ മുൻപിൽ നിന്ന് സ്കൂട്ടർ യാത്രക്കാരി തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. എരുമപ്പെട്ടി പഞ്ചായത്തിലെ പതിയാരം കാവാലൻചിറ പൊതുകുളം 4 ഭാഗവും മുകൾ ഭാഗവും വല ഉപയോഗിച്ച് അടച്ചുകെട്ടിയതിനെതിരെ നാട്ടുകാരുടെ പരാതി. മത്സ്യം വളർത്തലിനായി സ്വകാര്യ വ്യക്തികളാണ് അടച്ചുകെട്ടിയത്. സഹസ്ര സരോവർ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1 കോടി രൂപ ഉപയോഗിച്ച് നവീകരണം നടത്തിയ കുളമാണ് കാവാലൻചിറ. പരിസരവാസികൾക്ക് കുളിക്കാനും വസ്ത്രങ്ങൾ അലക്കാനും നീന്തൽ ഉൾപ്പെടെയുള്ള വിനോദങ്ങൾക്കുമായി ഉപയോഗിക്കുന്നതിന് വേണ്ടിയാണ് 5 ഏക്കർ വിസ്തൃതിയുള്ള കുളം നവീകരിച്ചത്. എന്നാൽ പഞ്ചായത്ത് കുളം ഏതാനും ചില വ്യക്തികൾക്ക് മത്സ്യകൃഷി ചെയ്യുന്നതിന് പാട്ടത്തിന് നൽകിയിരിക്കുകയാണ്.
ഫിഷറീസ് വകുപ്പിന്റെ സഹകരണത്തോടെ 5 അംഗ കർഷകർക്ക് 5 വർഷത്തേക്കാണ് കുളം നൽകിയിട്ടുള്ളത്. വലകെട്ടി മൂടിയതോടെ കുളത്തിലിറങ്ങാൻ കഴിയാത്ത സാഹചര്യമായെന്ന് നാട്ടുകാർ പറയുന്നു. മണ്ടംപറമ്പ്, പതിയാരം പ്രദേശങ്ങളിലെ 100-ൽ പരം ആളുകൾ ഒപ്പുവെച്ച പരാതി പഞ്ചായത്ത് അധികൃതർക്ക് നൽകി. നമ്മള് പുനരുദ്ധീകരിച്ചിട്ട് നല്ല രീതിയിലാക്കി വന്ന ഒരു ചിറ, നമ്മുടെ നാടിന്റെ പൊതുസ്വത്തായിട്ട് ഇരുന്ന ഒരു ചിറ ഇപ്പൊ കുറച്ച് പേർക്ക് പ്രൈവറ്റ് ആയിട്ട് തീരെ എഴുതി കൊടുത്ത പോലെയാണ് ഇപ്പൊ കിടക്കുന്നത്. ഇതിപ്പോ അടച്ചു കെട്ടിയ ഒരു അവസ്ഥയിലാണ്. ഇപ്പൊ നീന്തം ഇവിടെ കുറച്ച്, അല്ലെങ്കിൽ കുളിക്കാൻ മാത്രം ഇവിടെ ഒരു സ്ഥലം ഒഴിവാക്കി വിട്ടിട്ട് ബാക്കി മൊത്തം മീൻ വളർത്തുക എന്നുള്ള ഒരു പേരിൽ മൊത്തം അടച്ചു കെട്ടിയതാണ്. അപ്പോൾ പഞ്ചായത്തിൽ നമ്മളിത് അന്വേഷിച്ചപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഇല്ല. നമ്മൾ ഫിഷറീസ് വകുപ്പിലും ഇതിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ അവരിപ്പോൾ നിലവിൽ കോൾപ്പാടത്ത് മാത്രം സീസണിൽ ഉള്ള കൃഷിക്ക് മാത്രമാണ് അവർ ചെയ്തിട്ടുള്ളൂ എന്നുള്ളതാണ് നമ്മളത് അറിഞ്ഞത്. അപ്പൊ ഇതിങ്ങനെ കുറച്ച് ആൾക്കാർക്ക് മാത്രമായിട്ട് തീരെ എഴുതി കൊടുക്കുന്ന ഒരു സമ്പ്രദായം തീരെ ശരിയില്ല എന്ന് തോന്നുന്നു. കൃഷിയുടെ സമയത്ത് ഇവര് വെള്ളം അടിച്ചു കൊടുക്കാതെ കെട്ടിവെക്കുകയും ചെയ്യുക. കൃഷിക്ക് ആവശ്യമില്ലാത്ത സമയത്ത് ഇവര് വെള്ളം അടിച്ച് വറ്റിച്ചിട്ട് ആൾക്കാർ കുളിക്കുന്ന സമയത്ത് ഉപയോഗമില്ലാത്ത പോലെ വെള്ളം അടിച്ചിട്ട് ഒരാഴ്ചത്തോളം വെള്ളം അടിച്ച് വറ്റിച്ച് മീൻപിടുത്തമൊക്കെ നടത്തിയവര്. വേനൽക്കാലത്ത് പരിസരവാസികളുടെ പ്രധാന ജലസ്രോതസ്സാണ് കാവാലം ചിറ. കൃഷിക്കും കുളത്തിലെ വെള്ളം ഉപയോഗിക്കുന്നുണ്ട്. വലയിട്ട് അടച്ചു കെട്ടിയതോടെ പക്ഷികൾക്കും മൃഗങ്ങൾക്കും വെള്ളം കുടിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. കുളത്തിലെ നാടൻ മത്സ്യസമ്പത്ത് നശിക്കുവാനും ഇത് കാരണമാകുമെന്ന് നാട്ടുകാർ പറയുന്നു. അതേസമയം പൊതുകുളം അടച്ചുകെട്ടുന്നതിനെ പഞ്ചായത്ത് സെക്രട്ടറി അനുമതി നൽകിയിട്ടില്ലെന്നും പൊതുജനങ്ങൾ ഇറങ്ങുന്നതും സ്വാഭാവിക മത്സ്യബന്ധനവും തടസ്സപ്പെടുത്താൻ കഴിയില്ലെന്നും കുളം പാട്ടത്തിന് നൽകുവാൻ തീരുമാനമെടുത്തിട്ടേയുള്ളൂവെന്നും വിവരാവകാശ നിയമം പ്രകാരം ലഭിച്ച മറുപടിയിലുണ്ടെന്നും നാട്ടുകാർ പറഞ്ഞു. നീർത്തട സംരക്ഷണ പദ്ധതിയിലുള്ള കുളം അടച്ചു കെട്ടിയതിനെതിരെ ജില്ലാ കളക്ടർക്കും ഫിഷറീസ് വകുപ്പിനും വകുപ്പ് മന്ത്രിക്കും നാട്ടുകാർ പരാതി അയച്ചിട്ടുണ്ട്. TCV എടിമപ്പെട്ടി. മാള കേബിൾ വിഷൻ നൽകുന്ന സമാദരണം വിദ്യാഭ്യാസ പുരസ്കാര വിതരണം ഞായറാഴ്ച കാർമൽ കോളേജ് ഹാളിൽ നടക്കും. 100% വിജയം നേടിയ സർക്കാർ വിദ്യാലയങ്ങൾക്കും വിവിധ മേഖലകളിലെ പ്രതിഭകൾക്കും പുരസ്കാരം നൽകും. വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡും ഉപഹാരവും ഉൾപ്പെടുന്നതാണ് 10ാമത് പുരസ്കാരമായി നൽകുന്നത്. 250 വിദ്യാർത്ഥികൾക്കാണ് പുരസ്കാരം നൽകുന്നത്. ഞായറാഴ്ച 2-ന് നടക്കുന്ന സമാദരണം ബെന്നി ബഹനാൻ MP ഉദ്ഘാടനം ചെയ്യും. VR സുനിൽകുമാർ MLA അധ്യക്ഷനാകും. 24 ന്യൂസ് ചാനൽ മാനേജിംഗ് ഡയറക്ടർ ശ്രീകണ്ഠൻ നായർ മുഖ്യ അതിഥിയായിരിക്കും. COA സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ, ജനറൽ സെക്രട്ടറി PB സുരേഷ് എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ മാള കേബിൾ വിഷൻ മാനേജിംഗ് ഡയറക്ടർ ജിജോ ജോസഫ്, COA മേഖലാ പ്രസിഡന്റ് PS സുബീദൻ, P ഗിരീശൻ എന്നിവർ പങ്കെടുത്തു. മദ്രസ അധ്യാപകന്റെ ബൈക്ക് മോഷ്ടിച്ച് നമ്പർ പ്ലേറ്റ് മാറ്റി ഉപയോഗിച്ചു വന്നിരുന്ന യുവാവിനെ ഗുരുവായൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. മന്ദലാംകുന്ന് അലമീൻ റോഡിൽ വാഴപ്പള്ളി വീട്ടിൽ നബീലിനെയാണ് SHO ജിൻസൺ ഡൊമിനിക്കിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. തൊഴിയൂർ മദ്രസയിൽ അധ്യാപകനായ മലപ്പുറം സ്വദേശിയുടെ ബൈക്കാണ് മോഷ്ടിച്ചത്. മദ്രസ അധ്യാപകന്റെ പരാതിയെ തുടർന്ന് മേഖലയിലെ 45ഓളം CCTV കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് പോലീസ് മോഷ്ടാവിനെ പിടികൂടിയത്. നമ്പർ പ്ലേറ്റ് മാറ്റി സ്ഥാപിച്ച ബൈക്ക് പ്രതിയുടെ വീട്ടിൽ നിന്ന് പോലീസ് കണ്ടെടുത്തു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. എറവിൽ ഭാഗികമായി തകർന്ന വീടിനുള്ളിൽ ദുരിത ജീവിതം നയിച്ച് ആദ്യകാല നാടക പ്രവർത്തകനായ ഗിരീഷ്. മഴ കനത്തതോടെ ഗിരീഷ് താമസിക്കുന്ന വീടിന്റെ പല ഭാഗങ്ങളും നിലംപൊത്തി. ഒരാഴ്ച മുൻപാണ് എറവ് സ്കൂളിന് സമീപത്തെ വിദ്യാർത്ഥി റോഡിൽ താമസിക്കുന്ന ഗിരീഷിന്റെ വീടിന്റെ മുകൾ ഭാഗം കനത്ത മഴയിൽ തകർന്നു വീണത്. വീടിന്റെ ഒരു ഭാഗത്തെ ചുമരുകൾ ആദ്യം ഇടിഞ്ഞു വീണു. പിന്നാലെ മുകളിലെ ഓടുകളും നിലംപൊത്തി. 3 പ്രാവശ്യമായി വീടിന്റെ പല ഭാഗങ്ങളും നിലംപൊത്തി. പതിറ്റാണ്ടുകളായി നാടകരംഗത്തെ സജീവ പ്രവർത്തകനായിരുന്നു ആർട്ടിസ്റ്റ് ഗിരി എന്ന ഗിരീഷ്. ഒട്ടനവധി നാടകങ്ങൾക്ക് രംഗപടം ഒരുക്കിയിട്ടുണ്ട്. നാടകങ്ങളിൽ വേഷമിടുകയും സംവിധാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഒറ്റയ്ക്കാണ് ഈ 58-കാരൻ്റെ താമസം. തുണികൾ ഇസ്തിരി ചെയ്ത് നൽകിയാണ് ഇപ്പോൾ ജീവിതം തള്ളി നീക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വിഷമാവസ്ഥ കണ്ടറിഞ്ഞ് അയൽവാസികൾ നൽകുന്ന ഭക്ഷണവും മറ്റുമാണ് പലപ്പോഴും ആശ്രയം. വീടിൻ്റെ വീഴാത്ത ഭാഗത്ത് ഒരു കട്ടിലിലാണ് ഇദ്ദേഹത്തിൻ്റെ വിശ്രമവും ഉറക്കവും. മഴ പെയ്താൽ ദേഹത്തേക്ക് വെള്ളം തെറിക്കാതിരിക്കാൻ ഒരു പുതപ്പ് കൊണ്ട് മൂടി പുതച്ചാണ് കിടക്കുന്നത്. അധികാരികളിൽ നിന്ന് വേണ്ടത്ര സഹായം ലഭിച്ചില്ലെന്ന് ഗിരീഷ് പറയുന്നു. അതേസമയം വില്ലേജ് ഓഫീസർ ഗിരീഷിന്റെ വീട് സന്ദർശിക്കുകയും അപേക്ഷ കൊടുക്കുവാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നതായി വാർഡംഗം വൃന്ദ അറിയിച്ചു. പഞ്ചായത്തിന്റെയും മറ്റ് സ്ഥാപനങ്ങളുടെയും സഹായം തനിക്ക് വേണ്ടെന്ന നിലപാടിലാണ് ഗിരീഷ് സംസാരിക്കുന്നതെന്നും വാർഡംഗം പറഞ്ഞു. മഴ ഇനിയും ശക്തമാവുകയാണെങ്കിൽ വീഴാറായ വീടിനുള്ളിൽ കഴിയുന്ന ഗിരീഷിന്റെ ജീവൻ തന്നെ അപകടത്തിലാകുമെന്നാണ് നാട്ടുകാരുടെ ആശങ്ക. TCV തൃശൂർ.
CPI തൃശൂർ ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായി ജനാധിപത്യ ഇന്ത്യയിലെ മാധ്യമ നൈതികത എന്ന വിഷയത്തിൽ തൃശൂരിൽ മാധ്യമ സെമിനാർ സംഘടിപ്പിച്ചു. മുൻ MLA രാജാജി മാത്യു തോമസ് സെമിനാർ ഉദ്ഘാടനം ചെയ്തു. P. ബാലചന്ദ്രൻ MLA അധ്യക്ഷത വഹിച്ചു. AITUC സംസ്ഥാന സെക്രട്ടറി KP രാജേന്ദ്രൻ, മുൻ മന്ത്രി അഡ്വക്കേറ്റ് BS സുനിൽകുമാർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ്, മാധ്യമ പ്രവർത്തക അപർണ സെൻ തുടങ്ങിയവർ സംസാരിച്ചു. മാധ്യമങ്ങൾ ഈ സത്യാനന്തര കാലത്തെ മാധ്യമം എങ്ങനെയാണ്? സമയം വൈകി, അതുകൊണ്ട് ഞാൻ വിചാരിച്ചു KPR അറിയായിരിക്കും. നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ഹിഗിലായിരുന്നു, അതില്ല ഇപ്പോൾ. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂർ മെഡിക്കൽ കോളേജിൽ വീണ്ടും ഗുരുതരമായ വീഴ്ച. ചികിത്സയ്ക്കെത്തിച്ച രോഗികൾ ആംബുലൻസിൽ കാത്തുകിടന്നത് അരമണിക്കൂർ. ദൃശ്യങ്ങൾ TCVക്ക് ലഭിച്ചു. കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വീണ സ്ത്രീ മരിച്ച സംഭവത്തിൽ ആരോഗ്യമന്ത്രിക്കെതിരെ പ്രതിഷേധം ശക്തം. മന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട മുസ്ലിം യൂത്ത് ലീഗ് തൃശൂർ DMO ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. യുവമോർച്ച പ്രവർത്തകർ തൃശൂർ DMO ഓഫീസിൽ റീത്ത് വെച്ച് പ്രതിഷേധിച്ചു. ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ ഗുരുവായൂർ ക്ഷേത്രത്തിൽ തിങ്കളാഴ്ച ദർശനം നടത്തും. സന്ദർശനം കണക്കിലെടുത്ത് രാവിലെ 8 മുതൽ 10 വരെ വിവാഹം, ചോറൂണ് എന്നിവയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. കാട്ടൂർ മിനി ഇൻഡസ്ട്രിയൽ മേഖലയിലെ കുടിവെള്ള സ്രോതസ്സുകളിൽ രാസമാലിന്യം. മന്ത്രി ബിന്ദുവിന്റെ അധ്യക്ഷതയിൽ കാട്ടൂരിൽ ഉന്നതതല യോഗം ചേർന്നു. പ്രശ്നത്തെക്കുറിച്ച് പഠിക്കാൻ എഞ്ചിനീയറിംഗ് കോളേജിനെ ചുമതലപ്പെടുത്താൻ തീരുമാനം. മരത്താക്കര കുഞ്ഞനമ്പാറയിൽ ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികന് പരിക്കേറ്റു. വട്ടണാത്ര സ്വദേശി വിജിത്തിനാണ് പരിക്കേറ്റത്. മുതുവറയിൽ കാറുകൾ കൂട്ടിയിടിച്ച് 5 പേർക്ക് പരിക്കേറ്റു. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.